ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മുടെ വീടിൻ്റെ തന്നെ ബെൽറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ബെൽറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തറ കഴിഞ്ഞ ശേഷം കരിങ്കല്ലിൻ്റെ തറ വെച്ച് അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിന് ശേഷം കരിങ്കല്ലിൻ്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ നമ്മൾ ബീമാണെങ്കിൽ അതിൻ്റെ മുകളിൽ ടോപ്പിൽ വരുന്ന ലെവൽ കറക്റ്റായിട്ട് നമ്മൾ മെഷ് ചെയ്തില്ലെങ്കിൽ ബാത്റൂമിൻ്റെ ഏരിയകളിൽ നമ്മൾ ബെൽറ്റ് ഒരുപാട് തള്ളി അകത്തേക്ക് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ തള്ളി ഒരുപാട് അകത്തേക്ക് കിടക്കുന്നത് എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമ്മൾ നോക്കുക, തറ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ തറ ചെയ്തതിന് ശേഷം കരിങ്കല്ലിൽ കെട്ടുവെച്ച് ചെയ്തതിന് ശേഷം ഏകദേശം ഒന്നര അടി വീതിയിലാണ് സാധാരണ ബെൽറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറ്. അല്ലെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നല്ലെങ്കിൽ നമുക്ക് തറ ഫുള്ളായിട്ട് വരുന്ന 1.5 അടി വീതിയിൽ വരുന്ന ആ തറ ഫുള്ളായിട്ട് നമുക്ക് ബെൽറ്റ് കൊടുത്ത് ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ കമ്പിയിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഭിത്തി ഇരിക്കുന്ന രീതിയിൽ 10 ഇഞ്ച് വരാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. ആ 10 ഇഞ്ച് ചെയ്ത സമയത്താണെങ്കിൽ കല്ല് കറക്റ്റ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ 8 ഇഞ്ചാണെങ്കിലും കുഴപ്പമില്ല. 8 ഇഞ്ചാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു കല്ലിൻ്റെ വീതി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കറക്റ്റായിട്ട് വരും. അതല്ല 10 ഇഞ്ചായാലും പ്രശ്നമില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ ബാത്റൂമിൻ്റെ ഏരിയയിൽ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കാരണം ബാത്റൂം നമ്മൾ സാധാരണ നമ്മുടെ റൂമിനേക്കാൾ കുറച്ചുകൂടി താഴ്ത്തിയാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതേ ലെവലിൽ നമ്മൾ ബെൽറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബാത്റൂമിൻ്റെ ഏരിയയിൽ ബെൽറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെൽറ്റ് ബാത്റൂമിൻ്റെ അകത്തേക്ക് തള്ളിക്കിടക്കും. പിന്നീട് നമ്മൾ ടൈൽ ഒട്ടിക്കുന്ന സമയത്ത്, ടൈല് കാര്യങ്ങളെല്ലാം ഒട്ടിക്കുന്ന സമയത്ത് ഈ ബെൽറ്റ് തള്ളിക്കിടക്കുന്ന ബെൽറ്റ് നമ്മൾ പൊട്ടിക്കേണ്ട ഒരു അവസ്ഥ വരും. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ശരിക്കും ബെൽറ്റ് വരുന്നത്. അതായത് ഓരോ തറയുടെ മുകളിലായിട്ടും വരുന്ന വീതിയാണ് കാണുന്നത്. കണ്ടോ, കറക്റ്റായിട്ട് ഒരു കല്ലിൻ്റെ അല്ലെങ്കിൽ ഒരു ഇഷ്ടികയുടെ കറക്റ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത്, അതിൻ്റെ വീതി എന്ന് പറയുന്നത് 8 ഇഞ്ചാണ് വരുന്നത്. ആ 8 ഇഞ്ച് വീതിയിൽ അല്ലെങ്കിൽ 10 ഇഞ്ച് മാക്സിമം പോയി കഴിഞ്ഞാൽ 10 ഇഞ്ച് ആ ലെവലിൽ വേണം നമ്മൾ ബെൽറ്റ് ചെയ്യാനായിട്ട്. ബാക്കി വരുന്ന ഏരിയ, ബാത്റൂമിലൊക്കെ ആണെങ്കിൽ ബാക്കി വരുന്ന ഏരിയ നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് തള്ളിക്കിടക്കും. ഇവിടെ നിങ്ങൾ കാണുന്നത് കണ്ടോ, അതായത് നമ്മൾ കല്ല് വെച്ച് കെട്ടിയതിന് ശേഷം ഏകദേശം 1 ഇഞ്ചോളം പുറത്തേക്ക് തള്ളി കിടക്കുന്നുണ്ട്. അതായത് കല്ലിൻ്റെ ആ ഇരിപ്പ് ശേഷം ബാക്കിയുള്ള ഏരിയകളിൽ പ്രശ്നമില്ല, ബാത്റൂമിൻ്റെ അകത്ത് മാത്രമാണ് പ്രശ്നം വരുന്നത്. ഇവിടെ കറക്റ്റായിട്ട് ചെയ്തിട്ട് കണ്ടോ, നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന ഏരിയ കറക്റ്റ് ലെവലിലാണ് താഴ്ത്തിയിട്ടിരിക്കുന്നത്, കറക്റ്റ് ലെവലിലാണ് ബെൽറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് കണ്ടോ, ഇത് ഇത്രയും താഴ്ത്തിയാണ് ഇരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബെൽറ്റ് അകത്തേക്ക് തള്ളി കിടക്കും. അപ്പോൾ ടൈൽ ഒട്ടിക്കുന്ന സമയത്ത് ഈ ബെൽറ്റ് ഫുൾ കുത്തി കളഞ്ഞാൽ മാത്രമേ നമുക്ക് ടൈൽ ഒട്ടിക്കാൻ പറ്റുള്ളൂ. കാരണം ടൈൽ അല്ലെങ്കിൽ 2 സ്റ്റെപ്പായി പോകും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇത് കുത്തി കളയുന്ന സമയത്ത് സൈഡിലുള്ള കമ്പി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ആ കമ്പി കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ബീമിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കുത്തിയെടുത്ത് ബാക്കിയുള്ള ഏരിയ കളഞ്ഞിട്ട് കമ്പി മാത്രം നിർത്തി കഴിഞ്ഞാൽ ഭാവിയിൽ ബാത്റൂം ആയതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈർപ്പം അടിച്ച് തുരുമ്പ് പിടിച്ച് കമ്പി പോയതിന് ശേഷം വീടിൻ്റെ ബലക്ഷയം തന്നെ വലിയൊരു പ്രശ്നത്തിലേക്ക് സോൾവ് ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാത്റൂം ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് എത്രയാണോ നമ്മൾ ഭിത്തിക്കനം കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ലെവൽ സാധാരണ ഏരിയകളിൽ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ആ ഭിത്തിക്കനം കറക്റ്റ് ലെവലിൽ നിൽക്കുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതും അതുപോലെ തന്നെ ബാത്റൂം ചെയ്തിരിക്കുന്നതാണ്. ബാത്റൂമിൻ്റെ പൈപ്പ് ലൈൻ കാര്യങ്ങളൊക്കെ വെട്ടിയിരിക്കുന്നത് കണ്ടോ. അതായത് ബെൽറ്റ് കറക്റ്റ് തീറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈൽ ഒട്ടിക്കുന്നതിന് യാതൊരു പ്രശ്നങ്ങളും വരുന്നില്ല. ആ താഴെ കാണുന്നതാണ് ബെൽറ്റ് വരുന്നത്. അത് നമ്മൾ പല ഏരിയകളിലും പുറത്തേക്ക് തള്ളി വരുമ്പോൾ ഇത് നമ്മൾ കുത്തിക്കളയേണ്ട ഒരു അവസ്ഥ ടൈൽ ചെയ്യുന്ന വ്യക്തികൾക്കാണ്. അപ്പോൾ അത്രയും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ബെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മുടെ ഈ വേസ്റ്റ് ലൈൻ കണ്ടോ. വേസ്റ്റ് ലൈൻ നമ്മൾ വാഷ് ബേസിൻ്റെ വേസ്റ്റ് ലൈൻ ആണെങ്കിലും ഇവിടെയാണ് നമ്മുടെ ക്ലോസറ്റ് വരുന്ന ഏരിയകളിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന സമയത്ത്, കൺസീൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഈ വേസ്റ്റ് ലൈൻ ചെയ്യുന്ന സമയത്ത് ബെൽറ്റ് ഒരുപാട് തള്ളി പുറത്തേക്ക് കിടന്നാൽ അതിൻ്റെ കമ്പി എന്തായാലും നമുക്ക് കട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. കമ്പി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ബെൽറ്റ് ഇടുന്നത് തന്നെ വീടിന് നല്ല സ്ട്രോങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു ഏരിയയിൽ ഷേക്കോ കാര്യങ്ങളോ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഇരുത്തം വന്നാൽ പോലും ബെൽറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അത്രയും സ്ട്രെങ്ത് ഉള്ള രീതിയിൽ തന്നെ കമ്പികളാണ് നമ്മൾ ബെൽറ്റിന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ കമ്പിയാണ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്യുന്നത്. ഈ കമ്പി നമ്മൾ കട്ട് ചെയ്താൽ വീടിൻ്റെ ബലക്ഷയം സംഭവിച്ചതിൻ്റെ അർത്ഥം. അതുമാത്രമല്ല, ചില സ്ഥലങ്ങളിൽ നമ്മൾ നോക്കി അറിയാൻ പറ്റും, ചില ബാത്റൂമുകളിൽ നിന്നായിരിക്കും ഒരു കോർണറിൻ്റെ ഒരു റൂമിൽ നിന്ന് അതിൻ്റെ മുകളിലേക്ക് വേണ്ട ഫസ്റ്റ് ഫ്ലോർ കാര്യങ്ങളൊക്കെ പൊക്കി കൊണ്ടുപോയിരിക്കുന്നത് ഈ ബെൽറ്റിനെ വിശ്വസിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ബെൽറ്റ് താഴെ നമ്മൾ കട്ട് ചെയ്താൽ, ആ കമ്പികൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വീടിൻ്റെ ബലക്ഷയം സംഭവിക്കും, പ്രശ്നങ്ങളിലേക്ക് വരും. കാരണം ചിലപ്പോൾ വീടിൻ്റേതായ ഓരോ സൈഡിലേക്ക് പതുക്കെ ഇരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ബെൽറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാത്റൂമിൻ്റെ ഏരിയകളിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം, ബാത്റൂമിൻ്റെ അകത്തേക്ക് ബെൽറ്റ് ഒരിക്കലും തള്ളിക്കിടക്കാത്ത രീതിയിൽ തീറായിട്ട് നിൽക്കുന്ന രീതിയിൽ അത് കല്ല് വെച്ച് ഫിനിഷ് ചെയ്യുമ്പോൾ എത്ര വേണം, അല്ലെങ്കിൽ നമുക്ക് ബെൽറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2 ഇഷ്ടിക അല്ലെങ്കിൽ ചുടുകട്ട എന്ന് പറയും, ആ ഇഷ്ടിക നമ്മൾ സൈഡിൽ വെച്ച് കൊടുത്ത് ബെൽറ്റ് വാർക്കുക. അപ്പോൾ മറ്റുള്ള ലെവലിൽ ചെയ്ത് പോകുമ്പോൾ ഈ ഇഷ്ടിക അത് മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ നമ്മൾ ബാത്റൂം ചെയ്യുന്ന സമയത്ത് ഈ ഇഷ്ടിക കുത്തി മാറ്റി കഴിഞ്ഞാൽ കറക്റ്റ് ലെവലിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ പ്രശ്നങ്ങൾ കാര്യങ്ങളില്ല. അതാണ് കുറച്ചുകൂടി സേഫ്റ്റിയായ രീതി. കാരണം ബാക്കിയുള്ള ഏരിയകളിൽ നമ്മൾ 1 അടി അല്ലെങ്കിൽ 1 അടിയുടെ ഫുള്ള് ബെൽറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള, അതായത് കറക്റ്റ് ഒരു
കല്ലിൻ്റെ വീതി വരാവുന്ന രീതിയിലുള്ള 8 ഇഞ്ച് വരാവുന്ന രീതിയിൽ ഒട്ടും തള്ളി കിടക്കാത്ത രീതിയിൽ നമ്മൾ ബെൽറ്റ് ചെയ്യുക. ബാക്കിയുള്ള ഏരിയകളിൽ ബെൽറ്റ് നമ്മൾ വാർക്കുന്ന സമയത്ത് ഇഷ്ടിക വെച്ച് വാർക്കുക. ബാക്കി നമ്മൾ ബാത്റൂമിൻ്റെ പ്ലംബിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഇഷ്ടിക നമുക്ക് കുത്തിപ്പൊളിച്ച് മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ബാത്റൂമിൻ്റെ അകത്ത് ടൈൽ ഒട്ടിക്കുന്നതിന് യാതൊരു തടസ്സം ഉണ്ടാവില്ല. അതുപോലെ തന്നെ വളരെ സേഫ്റ്റി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്കൊരു ബാത്റൂം അതിൻ്റെ ഏരിയകളിൽ നമ്മൾ ബെൽറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും കോൺക്രീറ്റിങ്ങിൻ്റെ കാര്യങ്ങളാണെങ്കിലും ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അതുപോലെ തന്നെ ബെൽറ്റ് ഒരുപാട് തള്ളിക്കിടന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.